ഗുഡ് ഈവനിങ് എവറി വൺ. സെയിൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജ് ഓർഗനൈസ് ചെയ്യുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വെബിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ലീഗൽ ലിറ്ററസിയാണ്. ലീഗൽ ലിറ്ററസി കോർണർ സ്റ്റോൺ ഫോർ എ ട്രൂ ഡെമോക്രസി. സോ വെൻ യു ലുക്ക് അറ്റ് ദ ടേം ലീഗൽ ലിറ്ററസി, ഈ ഒരു ടേമിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ലീഗൽ അവെയർനെസ്, ടു ഹാവ് ബേസിക് ലീഗൽ അവെയർനെസ്, അതാണ് ലീഗൽ ലിറ്ററസിയുടെ അർത്ഥം. അതായത് ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നമ്മൾ ആസ് സിറ്റിസൻസ് നമ്മൾ ഈ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ വി നീഡ് ടു ഹാവ് നോളേജ് ഓഫ് ദി പ്രൈമറി ലെവൽ നോളേജ് നമുക്ക് വേണം അബൌട്ട് ദി ലോസ് ദാറ്റ് വി ഹാവ്, ദ റൈറ്റ്സ് ദാറ്റ് വി ഹാവ്. ഇതിനെയാണ് ഈ ഒരു പ്രൈമറി നോളേജ് ദാറ്റ് വി റിക്വയർ ആസ് ദ സിറ്റിസൻസ് ഓഫ് ദ കൺട്രി ഇൻ ദി ലോസ് ഓഫ് ദ കൺട്രി, അതിനെയാണ് നമ്മൾ ലീഗൽ ലിറ്ററസി എന്ന് പറയുന്നത്. സോ ഇതിനായി നമുക്ക് പബ്ലിക് ലീഗൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലീഗൽ അവെയർനെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വെൻ യു ഹാവ് എ പ്രൈമറി ലെവൽ നോളേജ് ഓഫ് ദി ലോസ് ഇൻ യുവർ കൺട്രി, ഇറ്റ് എംപവേഴ്സ് അസ് ആസ് ആൻ ഇൻഡിവിജ്വൽ. It empowers us as an individual and also as a citizen. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ജോലി ചെയ്യുവാണെങ്കിലും അവിടുത്തെ ഒരു ബേസിക് ലോസ് അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ ഇറ്റ് എംപവേഴ്സ് അസ്. അപ്പം സിമിലർലി ഒരു കൺട്രിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നോളേജ് ഓഫ് ദ ലോ ഇസ് പവർ ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് അസ് ഇൻ സെൽഫ് റിയലൈസേഷൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിലും ഒരു ലാർജർ ആസ്പെക്റ്റിൽ നമുക്ക് ഒരു സിറ്റിസൺ ആയിട്ട് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ്സ് എന്താണ്, നമുക്ക് ഈ റൈറ്റ്സ് വയലേറ്റഡ് ആയാൽ ആരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ നമ്മൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ ലീഗൽ ലിറ്ററസി. ഇറ്റ് മീൻസ് ലീഗൽ അവെയർനെസ്. നെക്സ്റ്റ്, then you look at why do we need legal literacy എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്. സോ ലീഗൽ ലിറ്ററസി ഇന്ത്യയിൽ പറയുമ്പോൾ ഇന്ത്യ ഇസ് എ വാസ്റ്റ് ലാൻഡ്, ഒരു വാസ്റ്റ് ഒരു നേഷനാണ് വിത്ത് എ ലോട്ട് ഓഫ് പോപ്പുലേഷൻ. സോ അതുകൊണ്ട് തന്നെ ഇത്രയും പോപ്പുലേഷനുള്ള ഇത്രയും ഒരു ലാർജ് ജോഗ്രഫിക്കൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ദർ ആർ നമ്പർ ഓഫ് ലോസ് in the country relating to different cases, different subjects related ആയിട്ടുള്ള പല ലോസും ഈ ഇന്ത്യയിലുണ്ട്. And most of the laws are to benefit the people. Most of the laws that we have in the country, പല നിയമങ്ങളും it is to benefit the people because people are the true heads of the country. അപ്പം പക്ഷേ why doesn't it benefit the people? എന്നിട്ടും ഇത്രയൊക്കെ ലോസ് ഉണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ലോസ് നിയമങ്ങളുണ്ടെങ്കിലും why doesn't it benefit the people? Because of the lack of their awareness. അതായത് ഇതിനെപ്പറ്റി ഇത്രയൊക്കെ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ പല ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഇതൊന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെയാണ് പല ഒരു സോഷ്യൽ ഇൻജസ്റ്റിസസ് ഈ ഒരു കൺട്രിയിൽ നടക്കുന്നത്. സോ വെൻ ദ പീപ്പിൾ ഹൂ ആർ ടു ബി ബെനിഫിറ്റഡ് ത്രൂ ദീസ് ലോസ്, വെൻ ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്, അത് വെറുതെ അവിടെ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടേക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ if you're aware legally, if you're aware about the laws, നിങ്ങൾക്ക് തന്നിട്ടുള്ള നിയമങ്ങളെ പറ്റി നിങ്ങൾ പ്രോപ്പർലി അവെയർ ആണെങ്കിൽ ദെൻ ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വിച്ച് ആർ ദി ഏജൻസീസ് ദാറ്റ് വി ആർ സപ്പോസ് ടു കോൺടാക്ട്. നമുക്ക് പോലീസിനെ കോൺടാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് ജുഡീഷ്യറി കോർട്ടുകളെ കോൺടാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ബ്യൂറോക്രസീനെയോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിനെയോ, ഏത് ലെവലിൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഗ്രീവിയൻസ് അനുസരിച്ച് ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ this is possible only if you know that what are the primary laws that you have as a citizen in the country. Also ഇങ്ങനെ നമ്മൾ ലീഗലി അവെയർ ആകുമ്പോൾ it also helps us as citizens in the decision making in our country. So therefore legal literacy നമുക്ക് പറയാൻ പറ്റും it is recognized as a tool of qualitative change at the basic level. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഇസ് എ ടൂൾ നോട്ട് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്, പക്ഷേ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി ചേഞ്ചസ് ബേസിക് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൂളായിട്ടാണ് ലീഗൽ ലിറ്ററസീനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു ലീഗൽ ലിറ്ററസി അല്ലെങ്കിൽ വെൻ യു ആർ എഡ്യൂക്കേറ്റഡ് ഇൻ ദി ലോസ് ദാറ്റ് യു ഹാവ് ഇൻ എ കൺട്രി, ഇത്
എല്ലാ സിറ്റിസൻസിനെയും ബെനിഫിറ്റ് ചെയ്യും. എസ്പെഷ്യലി ദി മാർജിനലൈസ്ഡ് അണ്ടർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ്, വിമൻ, ചിൽഡ്രൻ, SC STs, ഇവരൊക്കെ ഇത്രയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിനെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും വെൻ ദേ ആർ അവെയർ അബൌട്ട് ദെയർ റൈറ്റ്സ്. അങ്ങനെ പല ഇൻജസ്റ്റിസസും അവർക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു ടൂളായിട്ട് ലീഗൽ ലിറ്ററസി മാറും. സോ ഇവിടെ ഞാൻ നീഡ് ഫോർ ലീഗൽ ലിറ്ററസി ഹാസ് ബീൻ മെൻഷൻഡ് കുറച്ച് പോയിന്റ്സ് ആയിട്ട്. ഇറ്റ് റേസസ് ദി അവെയർനെസ്. ഏതൊരു സെക്ഷനിലെയും ഏതൊരു സിറ്റിസണിനെയും അവെയർനെസ് കൂട്ടും ലീഗൽ ലിറ്ററസി കൊടുക്കുമ്പോൾ. ആൻഡ് ഇറ്റ് ഓൾസോ ബിൽഡ്സ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി മാത്രമല്ല, പക്ഷേ ഒരു ആസ് എ സിറ്റിസൺ അവരുടെ ബെറ്റർ ആയിട്ടുള്ളൊരു റോൾ അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റും ഒരു കൺട്രിയിൽ. ആൻഡ് ഓൾസോ ലീഗലി അവരെ എംപവർ ചെയ്യും. ആൻഡ് ദെയർഫോർ സോഷ്യൽ ജസ്റ്റിസ് can prevail in a country. അപ്പം it helps in fighting the injustices, empowering the different sections. It also helps in understanding the scope of rights and challenges the violations, and empowers the poor. And also ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ വർക്കിംഗ് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കാനും കൂടുതൽ അക്കൗണ്ടബിൾ ആക്കാനും അവരുടെ ഗവർണൻസിനെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കാനും ഈ ലീഗൽ ലിറ്ററസി സഹായിക്കും. സോ ദെർഫോർ കുറച്ച് കോഡ്സ് ഞാൻ കിട്ടിയതാണ്. സോ ദ ലീഗൽ ലിറ്ററസി ഇറ്റ് ഹെൽപ്സ് ഇൻ റെക്കഗ്നൈസിങ്, it helps the people to recognize that they have legal right or responsibility in order to exercise or assume it. അപ്പം അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതൊരു ലീഗൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാനും ലീഗൽ സൊല്യൂഷൻ അവർക്ക് അവൈലബിൾ ആണ് ഇഫ് ദേ കോൺടാക്ട് കോർട്ട് ഓർ പോലീസ് ഓർ ദ ഹയർ അതോറിറ്റീസ്. ഇങ്ങനെ ഇതിനൊരു ലീഗൽ സൊല്യൂഷൻ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കാനും അവർക്ക് കഴിയും. ആൻഡ് they will also know when and how to obtain suitable ആയിട്ടുള്ള legal assistance. And they will also have a confidence. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ അവർക്കൊരു കോൺഫിഡൻസും കാണും that the legal system, നമ്മുടെ ഇവിടെയുള്ള പോലീസ് അല്ലെങ്കിൽ ജുഡീഷ്യറി, the legal system will provide them with a remedy, and they will also understand the process clearly. ഈ ഒരു ജുഡീഷ്യൽ ലീഗൽ പ്രോസസ്സ് അവർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ആൻഡ് ദേ വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് വെൻ ദ ജസ്റ്റിസ് ഹാസ് ബീൻ സെർവ്ഡ് ടു ദം. അപ്പം അങ്ങനെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു സിറ്റിസൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ലീഗൽ ലിറ്ററസി. അപ്പം ഈ ഒരു മിഷനോട് കൂടി തന്നെയാണ് പല ഗവൺമെൻറ്റുകൾ വന്ന് പല മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു മേക്ക് പീപ്പിൾ അവെയർ അബൌട്ട് ദ ലോസ് ദാറ്റ് ദേ ഹാവ് ഇൻ ദ കൺട്രി. അപ്പം അങ്ങനത്തെ ഒരെണ്ണമാണ് നാഷണൽ ലീഗൽ ലിറ്ററസി മിഷൻ എന്ന് പറഞ്ഞ് 2005 ലോഞ്ച് ചെയ്തത് അണ്ടർ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡോക്ടർ മൻമോഹൻ സിംഗ്. ആൻഡ് the motto was from ignorance to legal empowerment. അതായത് ലീഗലി സിറ്റിസൻസിനെ എംപവർ ചെയ്യിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദെൻ the goal was the legal empowerment of all sections of the society. and അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത്രയും കട്ടി വാക്കുകളുള്ള ലോസ്, ലീഗൽ എയ്ഡ്സ് ഒക്കെ അത് സിംപ്ലിഫൈ ചെയ്യുക, ഒരു കോമൺ ഇന്ത്യൻ സിറ്റിസൺ, ഒരു കോമൺ ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ലോസിനെയും ജഡ്ജ്മെൻറ്റ്സിനെയും ഒക്കെയും ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ സ്പെഷ്യൽ ഫോക്കസ് വാസ് ഓൺ ദി ഡൗൺട്രോഡൻ മൈനോറിറ്റീസ്, വിമൻ ആൻഡ് ചിൽഡ്രൻ ഒക്കെ ആയിരുന്നു സ്പെഷ്യൽ ഫോക്കസ് ഈ ലിറ്ററസി മിഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ നാഷണൽ ലീഗൽ ലിറ്ററസി മിഷൻ്റെ ഒരു ഇവാലുവേഷൻ എന്ന് വെച്ചാണ് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ഇവാലുവേറ്റീവ് അനാലിസിസ് എന്തായിരുന്നു വെച്ചാൽ about 70% of the people living in rural areas are illiterate, and more than that അതിനെക്കാട്ടിലും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ were not aware of the rights that they had which was given to them by the law. അപ്പം ഇങ്ങനെ ഈവൻ ദ ലിറ്ററേറ്റ് പീപ്പിൾ,
വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അവർക്ക് ഉള്ള റൈറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ, അവർക്കുള്ള നിയമങ്ങളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ദിസ് ലീഗൽ അവയർനെസ്. ഈ ഒരു ലീഗൽ അവയർനെസ് ഇല്ലാത്തത് തന്നെയാണ് ഈ കൺട്രിയിലുള്ള എക്സ്പ്ലോയിറ്റേഷന്, ഡിപ്രിവേഷൻ എല്ലാം കാരണം. അല്ലെങ്കിൽ വൈ ദ പുവർ പീപ്പിൾ ഓർ ദി മൈനോറിറ്റീസ് സഫർ ഇൻ ദിസ് ലാൻഡ്, it is because they are not legally aware of the rights that they have. അപ്പോൾ ഇതായിരുന്നു ഒരു evaluative analysis. അപ്പം when you talk about the rights of the people, the basic thing that you have to talk about, അല്ലെങ്കിൽ the primary right or power of the Indian citizens comes from the Constitution of India. The Constitution of India is the backbone of the Indian society എന്ന് നമുക്ക് പറയാം. It is the supreme law of the land. It is the backbone of the Indian society. After a long debates and discussion ആണ് ഈ Constitution of India constitute ചെയ്തത്. പല രാജ്യങ്ങളിൽ നിന്നും കടം എടുത്ത പല ഫീച്ചേഴ്സും ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് ദി ലെങ്തിയസ്റ്റ്. വൈ ഇസ് ഇറ്റ് ദ ലെങ്തിയസ്റ്റ്? ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്രയും ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഉള്ള, ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ്. സോ therefore it was written lengthiest constitution. And it has also drawn its ideas. പല ഐഡിയൽസും അത് പല കൺട്രീസിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തേക്കുന്നതാണ്. And also it provides us with fundamental rights, അതായത് basic rights for the Indian citizens, fundamental rights and the duties that they have as Indian citizens, അതാണ് fundamental duties. And also universal adult franchise and rule of law. Rule of law എന്താ? Rule of law എന്ന് പറയുന്നത് that everybody is equal under the law, nobody is above the law. ആരും നിയമത്തിന് മേളിലല്ല, എല്ലാവരും they are equal under the law. അതാണ് റൂൾ ഓഫ് ലോ പറയുന്നത്. സോ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ്, സെക്യുലർ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ മേജർ ഒരു ബാക്ക് ബോൺ. നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൻസിന് പവർ കൊടുക്കുന്ന ഒരു മേജർ ഫാക്ടർ ഇൻ ഇന്ത്യ ഇസ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് വിത്ത് പ്രിയാമ്പിൾ ഇസ് ദി പ്രിഫേസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ പ്രിയാമ്പിളിൽ വി ഹാവ് ഇറ്റ് ഹിയർ, ഇവിടെ we the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, liberty, equality, fraternity. അപ്പം ഈ ഒരു പ്രിഫേസ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രിയാമ്പിൾ ഇറ്റ് ആക്ച്വലി ഗിവ്സ് us a vision. As a nation it gives us a vision, ഒരു വാല്യൂ, നമ്മുടെ നേഷന് ഇന്ത്യക്ക് ഉണ്ടാവേണ്ട ഒരു വാല്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് പ്രിയാമ്പിളിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ it also exhibits the kind of people that we hope to be and the fundamental values. ഒരു നേഷൻ എന്നൊരു രീതിയിൽ, ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് ഉണ്ടാവേണ്ട ഫണ്ടമെൻ്റൽ വാല്യൂസ്, ഇന്ത്യൻ സിറ്റിസൻസിന് ഉണ്ടാവേണ്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് വാല്യൂസ് ഈ പ്രിയാമ്പിളിൽ നമുക്ക് തരുന്നുണ്ട്, നമുക്ക് കാണിക്കുന്നുണ്ട്. So therefore understanding the preamble is very important and it is very critical to understand our role as Indian citizens in the country. അപ്പം നമുക്ക് വേഗം തന്നെ നമുക്ക് പ്രിയാമ്പിളിലെ കീ ടേംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതാണ് ആദ്യം നമ്മൾ കാണുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആൻഡ് ദിസ് വെരി സെൻറ്റൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി അൾട്ടിമേറ്റ് പവർ, ultimate sovereignty of the people of India. The ultimate power in India lies in the hands of the citizens. ഇതാണ് നമ്മൾ പലരും മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ദി അൾട്ടിമേറ്റ് പവർ ഇൻ ദ കൺട്രി ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ്. അപ്പോൾ ഇതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ കീ ടേംസ് ദാറ്റ് സജസ്റ്റ് ദാറ്റ് ഇന്ത്യ അപ്ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് ലൈക്ക് സെക്യുലർ, സോഷ്യലിസ്റ്റ്, സോവറിൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിപ്പബ്ലിക്. അപ്പം ദീസ് ആർ ദ വാല്യൂസ്. ആൻഡ് ദി ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹോൾഡ്സ് ഇസ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറയുമ്പം it says that this constitution or the preamble or e constitution they aim to create a society without discrimination.
social discrimination, like without discrimination on the basis of caste, creed, religion, economic justice അവർ ensure ചെയ്യുന്നുണ്ട്. That is, there should not be any injustice in terms of economic status അല്ലെങ്കിൽ income. Every person is to be paid according to the work he's doing. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണം. പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതായത് എല്ലാവർക്കും ഇലക്ഷനിൽ പങ്കെടുക്കാനും ഇലക്ഷനിൽ നിൽക്കാനുമുള്ള അധികാരം. ആൻഡ് equality, അതായത് rule of law, there is no one who is above the law, everybody is equal under the law. അതാണ് equality എന്ന് പറയുന്നത്. And liberty is another objective that constitution guarantees us. ഈ ലിബർട്ടിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദി പീപ്പിൾ ദ ഫ്രീഡം ടു ലിവ് ഇൻ എ വേ ദേ ലൈക്ക്, ടു ഫോളോ ദ റിലീജിയൻ ദാറ്റ് ദേ വാണ്ട്, ടു ഹാവ് എ വേ ഓഫ് ലൈഫ് ദാറ്റ് ദേ വാണ്ട്. അപ്പം ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് ഹാർമിങ് അതർ പേഴ്സൺ, വേറൊരാളെ ഹാം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു നേഷൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ യു ക്യാൻ ലിവ് യുവർ ലൈഫ്. അതാണ് ലിബർട്ടി ഗ്യാരണ്ടി ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഫ്രെറ്റേണിറ്റി ഈസ് അനദർ ഫീച്ചർ വിച്ച് സേസ് എല്ലാ ഇന്ത്യൻ സിറ്റിസൺ ഷുഡ് ഹാവ് എ ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ടു ഓൾ ദി സിറ്റിസൺസ് ആൻഡ് ഓൾസോ ടു ദി കൺട്രി. Therefore, it will help in the unity of the nation, and also it will help in promoting the dignity of the nation. Yeah, so that is the preamble. The preamble provides us with the basic ideas of the constitution. ഇനിയും constitution നമുക്ക് തരുന്ന വേറൊരു basic ഒരു റൈറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. The part 3 of the Indian Constitution, that is the Articles 12 to 35. It talks about the fundamental rights. So fundamental rights എന്ന് പറയുമ്പോൾ these are the basic rights that Indian citizensന് guarantee ചെയ്യപ്പെട്ടിരിക്കുന്ന basic rightsനെയാണ് fundamental rights എന്ന് പറയുന്നത്. So ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഈക്വൽ ആയിട്ടുള്ള ഒരു കൺട്രി ഫോർ ഓൾ, അതാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഉദ്ദേശം തന്നെ. ഒരു to ensure equality, freedom of all citizens, and these fundamental rights, പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ടെങ്കിലും they are not absolute rights. അതായത് ഫുള്ളി ആ റൈറ്റ് നമുക്ക് തന്നിരിക്കുകയല്ല, they are qualified rights. ക്വാളിഫൈഡ് റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ മേളിലുണ്ട്. അതായത് ഫ്രീഡം ഓഫ് ലിബർട്ടി, നമുക്ക് ലിബർട്ടി തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും വി കനോട്ട് യൂസ് ഇറ്റ് ടു ഹാം ദ ലൈഫ് ഓഫ് അതർ പേഴ്സൺ, വി കനോട്ട് യൂസ് ഇറ്റ് ടു ഹാം ദ കൺട്രി. ഒരു നേഷൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇപ്പം നമ്മുടെ പ്രവൃത്തികൾ ബാധിക്കുന്നു എങ്കിൽ ദെൻ ദ സ്റ്റേറ്റ് ഓർ ദി ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ പുതിയ ലോസ് കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ട് ദേ ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഇഫ് സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പബ്ലിക് മൊറാലിറ്റി, ഡീസൻസി നെ ബാധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ റിലേഷൻ വിത്ത് ദി ഫോറിൻ കൺട്രീസ് അതിനെ ബാധിക്കുന്നു എങ്കിൽ ദെൻ ദേ ക്യാൻ impose reasonable restrictions on these fundamental rights. So therefore it is very important to understand the fundamental rights. വേഗം തന്നെ നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് വിച്ച് വിൽ ബി ഡെൽറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ദി കമ്മിങ് സെക്ഷൻസ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി വേഗം ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് ദി റൈറ്റ് ടു ഇക്വാളിറ്റി. Right to equality, it basically says that everybody is equal under the law. No one shall be discriminated on the basis of their class, religion, caste, gender, place of birth. അങ്ങനെ നമുക്ക് ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. Or no one should practice untouchability. It is a punishable act. It is an offense under the constitution. Practice of untouchability cannot be practiced. And ഓൾസോ ടു എൻഷുർ ഇക്വാളിറ്റി, നമ്മൾ ബ്രിട്ടീഷേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റിൽസ് ഒക്കെ ലൈക്ക് സർ, നൈറ്റ്ഹുഡ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ യു ഹാവ് ടു, അല്ലെങ്കിൽ ദി ഇന്ത്യൻ സിറ്റിസൻസ് ആൻഡ് ദി ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ടു അബോളിഷ് ഓൾ ദി ടൈറ്റിൽസ് that were given earlier by the British government. അപ്പോൾ അങ്ങനത്തെ ടൈറ്റിൽസ്, so therefore it ensures an equality for all people under the law. So ഇതാണ് ആർട്ടിക്കിൾ 14 to 18 വരെ ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ് ടു ഇക്വാളിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എവറിബഡി ഈസ് ഈക്വൽ അണ്ടർ ദി ലോ. നെക്സ്റ്റ് ഉള്ളത് റൈറ്റ് ടു ഫ്രീഡം.
ആർട്ടിക്കിൾ 19 to 22 വരെ പറയുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ദിസ് റൈറ്റ് ബേസിക്കലി ഗ്യാരണ്ടീസ് ദി ഇന്ത്യൻ സിറ്റിസൻസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ആണെങ്കിലും ഏതൊരു പാർട്ടിക്കെതിരെയാണെങ്കിലും അല്ലെങ്കിൽ ഇതിനൊക്കെ എതിരെ നമുക്ക് എഴുതാനും നമുക്ക് പ്രസംഗിക്കാനും ഒക്കെയുള്ള റൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് ഹാർമിങ് ദി പീസ്ഫുൾ കണ്ടീഷൻ ഇൻ ദ കൺട്രി. അപ്പം freedom of speech and expression, freedom to assemble peacefully without arms, freedom to form associations or unions or cooperative societies, and നമുക്ക് within the country എവിടെ വേണമെങ്കിലും നമുക്ക് move freely, we can move freely, we can reside, നമുക്ക് താമസിക്കാം, we can settle anywhere throughout the country, and we also have the freedom to practice any profession or occupation, and this right also provides us right to life and പേഴ്സണൽ ലിബർട്ടി. അപ്പം നമുക്ക് വേറൊരാളുടെ ലൈഫിനെ ഹാം ചെയ്യാനോ, അതായത് വയലൻസിലൂടെ നമുക്ക് വേറൊരാളുടെ ലൈഫിനെ ഹാം ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ ഉള്ള അധികാരം നമുക്ക് തരുന്നില്ല. ഇറ്റ് ഈസ് ഓൾ ക്വാളിഫൈഡ് റൈറ്റ്സ്, ഇറ്റ് ഈസ് നോട്ട് ആബ്സല്യൂട്ട് റൈറ്റ്. സോ ദാറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം. And then next we have is the right against exploitation. Right against exploitation, articles 22 to 24 തരുന്നതാണ്. And this right ensures abolition of human trafficking, and including men, women, children. ഇവരെയൊക്കെ ചൈൽഡ് ലേബറിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ആൻഡ് ഈ ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് 14, they are under the age of 14, they are employed in hazardous work situations, ഫാക്ടറീസിലെ മൈൻസിലൊക്കെ യൂസ് ചെയ്ത് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിലൊന്നും നമുക്ക് ഇവരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ സേസ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, it says that citizens are free to preach, practice and propagate any religion. They have the right to follow any religion, propagate any religion. They have the freedom to organize any religious activities, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈനോറിറ്റി ഗ്രൂപ്പ്സിന് അവർക്ക് റിലീജിയസ് ആക്ടിവിറ്റീസോ ആക്ടിവിറ്റീസ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടപ്പാക്കാൻ അതൊക്കെ അവർക്ക് റൈറ്റ് ഉണ്ട്. ആൻഡ് പക്ഷേ the state cannot compel any person to pay taxes for the promotion of a particular റിലീജിയൻ. അതായത് ഒരു പെർട്ടിക്കുലർ റിലീജിയൻ്റെ റിഫോംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റിനും ഒരു നേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനോ ഒന്നും നമ്മളുടെ കയ്യിൽ നിന്ന്, ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്ന് ടാക്സസ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. അല്ലെങ്കിൽ ഓൾസോ ഒരു സ്റ്റേറ്റ് റൺ ഇൻസ്റ്റിറ്റ്യൂഷൻ കനോട്ട് impart education that favors a particular religion. ഒരു പെർട്ടിക്കുലർ റിലീജിയനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും എഡ്യൂക്കേഷൻ നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചില റിലീജിയസ് പ്രാക്ടീസസ് ഫോളോ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് വാട്ട് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ പറയുന്നത്. ആൻഡ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആർട്ടിക്കിൾസ് 29 to 30 പറയുന്നതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്നുള്ളത്. ആൻഡ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻലി ടോക്സ് അബൌട്ട് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി മൈനോറിറ്റീസ്, അവരുടെ ലാംഗ്വേജ്, അവരുടെ സ്ക്രിപ്റ്റ്, അവരുടെ കൾച്ചർ, ഫെസ്റ്റിവിറ്റീസ്, അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നും അവരുടെ ഒരു മെമ്പേഴ്സ് ഓഫ് ദി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെയും ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ അവരനുഭവിക്കരുത് എന്നുമാണ് ഈ ഒരു റൈറ്റിലൂടെ പറയുന്നത്. അതായത് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് ഓഫീസസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ മൈനോറിറ്റീസിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആൻഡ് മൈനോറിറ്റീസ് ക്യാൻ ഓൾസോ സെറ്റ് അപ്പ് ദെയർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദേ ക്യാൻ ഡെവലപ്പ് ദെയർ ഓൺ കൾച്ചർ ആൻഡ് സ്റ്റേറ്റ് കനോട്ട് ഡിസ്ക്രിമിനേറ്റ് ദം ഇൻ ഗ്രാൻറ്റിംഗ് എനി എയ്ഡ് ടു ദീസ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ 6th വരുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളത്. ആർട്ടിക്കിൾസ് 32 to 35 പറയുന്നതാണ് ദറ്റ് ഇഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സിറ്റിസൻസ് ക്യാൻ അപ്രോച്ച് ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട്. ഇങ്ങനെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ഹൈക്കോർട്ടിനെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെ. ആൻഡ് ഈ കോർട്ടിന് ദേ ഹാവ് ദി റൈറ്റ് ടു ഇഷ്യൂ
ഫൈവ് റിട്സ് എന്ന് പറയുന്ന റിട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബേസിക്കലി ടോക്സ് അബൌട്ട് ദി കമാൻഡ്സ്. ഒരു ഹയർ കോർട്ട് ഒരു ലോവർ കോർട്ടിനോ അല്ലെങ്കിൽ ലോവർ ഗവൺമെൻറ് ഒഫീഷ്യലിനോ ഒരു കമാൻഡ് കൊടുക്കുകയാണ്, ഒരു കമാൻഡ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് റിട്സ് എന്ന് പറയുന്നത്. സോ first writ is the habeas corpus, and then we have mandamus, certiorari, prohibition and quo warranto. So habeas corpus എന്ന് പറയുന്ന ഈ ഒരു റിറ്റിനകത്ത് ബേസിക്കലി സേസ് ടു ഹാവ് ദ ബോഡി ഓഫ്, അതായത് ഇല്ലീഗലി ഒരാളെ ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ് എങ്കിൽ ദിസ് ഹയർ കോർട്ട് ക്യാൻ ഇഷ്യൂ ഹേബിയസ് കോർപ്പസ് ആസ്കിങ് ഏത് അധികാരത്തിലാണ് ഈ ഒരാളെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് കമാൻഡ് അവർ റിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡീറ്റെയിൻഡ് പേഴ്സൺ വിൽ ബി ടേക്കൺ ടു ദ കോർട്ട് ആൻഡ് ദ കോർട്ട് വിൽ ഹിയർ വൈ ദ പേഴ്സൺ ഇസ് ഡീറ്റെയിൻഡ്. അത് ലീഗലി ആണോ ഇല്ലീഗലി ആണോ എന്ന് തീരുമാനിക്കാൻ, ആ ഒരു കേസിൽ തീരുമാനം എടുക്കാൻ ഹയർ കോർട്ടിന് അധികാരമുണ്ട്. ആൻഡ് സെക്കൻഡ് ഇസ് ദി മാൻഡമസ്. മാൻഡമസ് മീൻസ് ദ ഹയർ കോർട്ട് കമാൻഡ്സ് ദി ഇൻഫീരിയർ കോർട്ട്, അതായത് താഴത്തെ ഉള്ള ഒരു ലോവർ കോർട്ടിനെ സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹയർ കോർട്ട് കമാൻഡ് ചെയ്യാണ് ദാറ്റ് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി അവർ ചെയ്യണം എന്ന് പറഞ്ഞ് കമാൻഡ് ചെയ്യുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. സർട്ടിയററി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി വെൻ ദി ഹയർ കോർട്ട് ചെക്സ് ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി ലോവർ കോർട്ട് ആൻഡ് ആസ്ക്സ് ടു ട്രാൻസ്ഫർ ദ മാറ്റർ ടു ഇറ്റ്. അതായത് ഒരു ലോവർ കോർട്ട് വിധി കൽപ്പിച്ച ഒരു കേസ് അതിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഈ ഹയർ കോർട്ട് വാല്യൂ ചെയ്യാണ്. ആൻഡ് ഓൾസോ സേസ് ടു ട്രാൻസ്ഫർ, അതായത് ഈ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീഡിങ്സ്, ഈ ഒരു കേസിനെ പറ്റിയുള്ള കേസ് പ്രൊസീഡിങ്സ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹയർ കോർട്ട് ഡിമാൻഡ് ചെയ്യുന്നതാണ് സർട്ടിയററി എന്ന് പറയുന്നത്. പിന്നെ പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ ടു പ്രൊഹിബിറ്റ്. അതെന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഇസ് ഡയറക്റ്റിംഗ് എ സബോർഡിനേറ്റ് കോർട്ട് ടു സ്റ്റോപ്പ് ദ പ്രൊസീഡിങ്സ് ദാറ്റ് ഡസൻറ്റ് ഫോൾ അണ്ടർ ഇറ്റ്സ് ജുറിസ്ഡിക്ഷൻ. അപ്പോൾ ലോവർ കോർട്ടിൻ്റെ ജുറിസ്ഡിക്ഷനിൽ വരാത്ത കാര്യങ്ങൾ സുപ്രീം കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതുവരെ ചെയ്ത പ്രൊസീഡിങ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് സുപ്രീം കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാവശ്യപ്പെടുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്വോ വാറന്റോ എന്ന് പറയുന്നത് ഇസ് വെൻ ദി സുപ്രീം കോർട്ട് ഈസ് ആസ്കിങ് ദി ഇൻഡിവിജ്വൽ, ഒരു പബ്ലിക് ഒഫീഷ്യൽ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിനോട് സുപ്രീം കോർട്ട് ചോദിക്കുകയാണ് ടു ഷോ പ്രൂഫ് ഓഫ് യുവർ അപ്പോയിൻമെൻറ്റ് ദാറ്റ് യു ആർ എ ഗവൺമെൻറ് ഒഫീഷ്യൽ. അങ്ങനെ ഇല്ലീഗലി ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് നിൽക്കുകയാണെങ്കിൽ ടു ഷോ എ പ്രൂഫ് ദാറ്റ് യു ആർ അപ്പോയിൻറ്റഡ് ആസ് ദി ഗവൺമെൻറ് ഒഫീഷ്യൽ, അങ്ങനത്തെ പ്രൂഫ് ചോദിക്കുന്നതാണ് ക്വോ വാറന്റോ എന്ന് പറയുന്നത്. ആൻഡ് വെൻ ആസ് വി ടോക്ഡ് ഏർലിയർ, വെൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾക്ക് തന്നിട്ടില്ല, നമ്മൾക്ക് ഡിനൈ ചെയ്യപ്പെടുകയാണ്, എവിടെയെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ വി ഹാവ് ദ റൈറ്റ് ടു അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ആൻഡ് ദി ഹൈ കോർട്ട്സ്. ആൻഡ് അവർക്ക് ആർട്ടിക്കിൾ 30 so this person who has their rights violated can approach the high court or the സുപ്രീം കോർട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. സ്പെഷ്യലി ഫോർ വിമൻ, ചിൽഡ്രൻ ഓർ ഡിസാസ്റ്റർ വിക്ടിംസ്, ഇവർക്കൊക്കെ ഫ്രീ ലീഗൽ എയ്ഡ് അവെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ലീഗൽ എയ്ഡിൽ കൂടെ അവർക്ക് എല്ലാ ഫിനാൻസസും, അതായത് കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു കേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീസും ഫിനാൻസസ് എല്ലാം ഈ ഫ്രീ ലീഗൽ അതോറിറ്റീസ്, അതായത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, ഹൈക്കോർട്ട് ലീഗൽ സർവീസസ് അതോറിറ്റി, ഈ അതോറിറ്റീസ് ഏറ്റെടുക്കുന്നതായിരിക്കും. So that is it. Now the next topic that I'll be dealing with is the public interest litigation. Public interest litigation എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലിറ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ്. അതായത് കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുകയാണ് വിച്ച് ഈസ് for the protection of public interest. ഏതെങ്കിലും ഒരു മാറ്റർ ദാറ്റ് അഫക്ട്സ് ദി പബ്ലിക് അറ്റ് ലാർജ്. ഏതൊരു ആൾക്കും, ഏതൊരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സിനോ ഈ ഒരു കേസ് കോർട്ടിൽ ഫയൽ ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ദാറ്റ് അഫക്ട്സ് ദ പബ്ലിക് ഇൻ ലാർജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ, ടെററിസം, റോഡ് സേഫ്റ്റി റിലേറ്റഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷണൽ ഹസാർഡ്സിനെ പറ്റിയിട്ടാണെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ കേസസിനെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് എനിബഡി ക്യാൻ ഫയൽ എ
case in the court. So it is the power which is given to the public by the courts through judicial activism. So some of the matters that they have entertained are neglected children, bonded labor, പിന്നെ women atrocities on women, minimum wages കൊടുക്കാതിരിക്കുക വർക്കേഴ്സിന്, exploitation of the workers, food adulteration, environmental pollution, ecological balance disturb ചെയ്യുന്ന constructional activities, maintenance of heritage and culture. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫാക്ടേഴ്സ് ഇതൊക്കെ വളരെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതൊക്കെ പബ്ലിക്കിനെ അറ്റ് ലാർജ് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ എനി സോഷ്യൽ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ ക്യാൻ ഫയൽ എ കേസ് ഇൻ ദ കോർട്ട്. അപ്പോൾ അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഹൗ ഡു യു ഫയൽ എ കോർട്ട് ഇൻ ദ കേസ് in the court? That is in the Supreme Court and in the High Court. That is Supreme Courtൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് ഹൈ കോർട്ടിൽ അണ്ടർ ആർട്ടിക്കിൾ 226. അപ്പോൾ ഒരു കോർട്ടിൽ നമുക്ക് നമ്മുടെ പെറ്റീഷൻ ആസ് എ റിട്ടൺ ലെറ്റർ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എനി പബ്ലിക് സ്പിരിറ്റഡ് ഇൻഡിവിജ്വൽ ഓർ എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാൻ റൈറ്റ് എ ലെറ്റർ ആൻഡ് ക്യാൻ റൈറ്റ് എ പെറ്റീഷൻ ടു ദി court, and if the court is satisfied, then they will take action on the case. So therefore significance of this public interest litigation എന്ന് പറയുന്നത്, it makes justice accessible to all people, even poor and marginalized. ഇപ്പം ഒരു poor അല്ലെങ്കിൽ marginalized ഒരു group of people who are unable to file a case in the court because of their lack of knowledge, ഈ ഒരു സമയത്ത് anybody can file a public interest litigation and help such people who are marginalized and who do not have access to the justice. അപ്പോൾ അവർക്ക് വേണ്ടി on behalf of them we can file a case in the court. അപ്പം it also helps, ഒരു important tool ആണ് to monitor the state institutions like prisons, asylums, protective homes. ഇവരൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് effectively മോണിറ്റർ ചെയ്യാനും ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് നടക്കുന്നുണ്ടോ എന്ന് കോർട്ടിനും ഗവൺമെൻറ്റിനും ഒക്കെ പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. So that is all about the first part of this webinar, that is legal literacy. And now next you will be hearing about the coming parts that fall under this category. Thank you for listening. നമസ്കാരം. നമ്മൾ ആദ്യം എന്താണ് IPC എന്ന് പഠിക്കാൻ പോവുകയാണ്. IPC എന്നാൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ക്രിമിനൽ കോഡാണ് ഇന്ത്യൻ പീനൽ കോഡ്. IPC ക്രിമിനൽ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണ കോഡാണ് ഇത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ആദ്യ കരട് തയ്യാറാക്കിയത് തോമസ് ബേബിങ്ടൺ മക്കാല അധ്യക്ഷനായ പ്രഥമ നിയമ കമ്മീഷനാണ്. ഇംഗ്ലണ്ടിലെ നിയമത്തിൻ്റെ ലളിതമായ ക്രോഡീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ ഡ്രാഫ്റ്റ്. അതേസമയം നെപ്പോളിയൻ കോഡിൽ നിന്നും 1825 ലുസിയാന സിവിൽ കോഡിൽ നിന്നും അടകങ്ങൾ കടമെടുത്ത് കൽക്കട്ട ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ബാൺസ് പിക്കാനെ നിരവധി പരിഷ്കാരങ്ങൾക്കും ഭേദഗതികൾക്കും ശേഷം 1860 ജനുവരി 1 IPC നിലവിൽ വന്നു. എന്താണ് CRPC എന്ന് നമുക്ക് മനസ്സിലാക്കാം. CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നറിയപ്പെടുന്ന ക്രിമിനൽ നിയമത്തിൻ്റെ നടപടിക്രമവശങ്ങൾ സംബന്ധിച്ച പ്രാഥമിക നിയമനിർമ്മാണമാണ് CRPC. ശല്യപ്പെടുത്തൽ തടയൽ സെക്ഷൻ 133, ഭാര്യയുടെയും കുട്ടികളുടെയും പരിപാലനം സെക്ഷൻ 125 എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കർശനമായ നടപടിക്രമം സ്വഭാവമില്ലാത്ത ചില വ്യവസ്ഥകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. 2 ഷെഡ്യൂളുകളും 56 ഫോമുകളും സഹിതം 36 അധ്യായങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന 484 വിഭാഗങ്ങൾ ഈ കോഡിൽ അടങ്ങിയിട്ടുണ്ട്. CRPCയിലെ കീഴിലുള്ള കേസുകൾ നമുക്ക് 4 വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തേതാണ് സെഷൻ കേസ്. ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷ മരണം, ജീവപര്യന്തം അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതൽ തടവ് എന്നിവയുള്ള കേസുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ കേസ് മജിസ്ട്രേഷന് കൈമാറിയതിന് ശേഷമോ കുറ്റകൃത്യം നടന്നതിന് ശേഷമോ ഒരു സെക്ഷൻ കോടതിയാണ് വിചാരണ കൈകാര്യം ചെയ്യേണ്ടത്.
ഇനി സമൻസ് കേസ് എന്നാൽ എന്ത്? കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ 2 വർഷത്തിൽ താഴെയുള്ളതും മജിസ്ട്രേറ്റ് വിചാരണ ചെയ്യാവുന്നതുമായ കേസുകളാണ് ഇത്. ഇവ താരതമ്യേന ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളാണ്. നടപടിക്രമങ്ങളും വളരെ ലളിതമാണ്. വാറണ്ട് കേസ്. സമൻസ് കേസുകൾ ഒഴികെയുള്ള കേസുകളെ വാറണ്ട് കേസുകൾ എന്ന് വിളിക്കാറുണ്ട്. അതിലൂടെ നിർദ്ദേശിക്കപ്പെടുന്ന ശിക്ഷ 2 വർഷത്തിൽ കൂടുതൽ തടവാണ്. വാറണ്ട് കേസുകളെ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാം. പോലീസ് റിപ്പോർട്ട് പ്രകാരം സ്ഥാപിച്ച കേസ്, പോലീസ് റിപ്പോർട്ടല്ലാതെ സ്ഥാപിച്ച കേസുകൾ. 4-ാമത്തേതാണ് സംഗ്രഹ കേസുകൾ. അടിസ്ഥാനപരമായി വേഗത്തിലുള്ള നീതി ലഭിക്കേണ്ട തരത്തിലുള്ള വിചാരണകളാണ് സംഗ്രഹ വിചാരണകൾ. അതായത് വേഗത്തിൽ തീർപ്പാക്കേണ്ട കേസുകളാണ്. ഈ കേസുകളുടെ പ്രക്രിയ വളരെ വലുതാണ്. അങ്ങനെ 4 കേസുകളാണ് ഈ CRPCയുടെ കീഴിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് FIR എന്ന വാക്ക്. FIR എന്നാൽ എന്താണ്? FIR എന്നാൽ ആദ്യ വിവര റിപ്പോർട്ട് എന്നാണ് FIR കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിമിനൽ നടപടികളിൽ ആദ്യം തയ്യാറാക്കുന്ന രേഖയാണ് FIR. ഇരയുടെ വശം രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ് ഇത്. FIR പോലീസ് അധികാരികളെ അടിസ്ഥാനമാക്കി അവരുടെ അന്വേഷണം ആരംഭിക്കുന്നതിനുള്ള ഒരു ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്നു. അതിനാൽ ക്രിമിനൽ നടപടികളിൽ FIR നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ്. അടുത്തതായിട്ട് ബെയിൽ എന്നാണ്. ക്രിമിനൽ കേസിലെ പ്രതികളെ താൽക്കാലികമായി വിട്ടയക്കുന്നതിനെ ബെയിൽ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിൽ വിചാരണ നിലനിൽക്കുന്നതും കോടതി ഇതുവരെ വിധി പ്രഖ്യാപിക്കാത്തതുമായ കേസുകളാണുള്ളത്. സ്ഥിരം ജാമ്യം, ഇടക്കാല ജാമ്യം, മുൻകൂർ ജാമ്യം എന്നിങ്ങനെ 3 തരത്തിലുള്ള ബെയിൽ ജാമ്യമാണ് ഇന്ന് നിലവിലുള്ളത്. എന്താണ് ഇടക്കാല ജാമ്യം? ഇടക്കാല ബെയിൽ എന്നാൽ എന്ത്? ഇതൊരു ചെറിയ കാലയളവിലേക്കാണ് അനുവദിക്കാറുള്ളത്. ഇത് സാധാരണ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് വാദം കേൾക്കുന്നതിന് മുൻപാണ് ഈ ഇടക്കാല ജാമ്യം അനുവദിക്കാറുള്ളത്. ഇനി എന്താണ് മുൻകൂർ ബെയിൽ? മുൻകൂർ ജാമ്യം എന്നാൽ ജാമ്യമില്ലാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും കാരണമുണ്ടെങ്കിൽ അവർക്ക് സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ മുൻകൂർ ജാമ്യത്തിനായിട്ട് അപേക്ഷിക്കാം. മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് കോടതി ചില നിബന്ധനകളും വ്യവസ്ഥകളും അവരുടെ മേൽ ചുമത്തുന്നുണ്ട്. അത് ലംഘിച്ചാൽ മുൻകൂർ ജാമ്യം കോടതിക്ക് റദ്ദാക്കാം. പരാതിക്കാരൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ അപേക്ഷ ലഭിച്ചാൽ കോടതി അത് ആവശ്യമാണെന്ന് കണ്ടാൽ മുൻകൂർ ജാമ്യം അവർക്ക് റദ്ദാക്കാവുന്നതാണ്. വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റത്തിന് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നതിന് കാരണമുണ്ടെങ്കിൽ കുറ്റാരോപിതനെ വിട്ടയക്കുകയില്ല. ജീവപര്യന്തമോ മറ്റ് തടവോ 7 വർഷം അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ മുമ്പ് 2 അതിലധികമോ തവണ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജാമ്യം അനുവദിക്കാറില്ല. ഇനി എന്താണ് അറസ്റ്റ്? ഒരു കുറ്റം ചെയ്ത ഒരാളെ പിടികൂടുന്നതിന് മുഴുവൻ ഉള്ള നടപടിക്രമമാണ് അറസ്റ്റ്. 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 5-ാം അധ്യായത്തിൽ സെക്ഷൻ 41 മുതൽ 60 വരെ ഒരാളുടെ അറസ്റ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമല്ല അറസ്റ്റ് ചെയ്യാൻ കഴിയുക, മജിസ്ട്രേറ്റിനും ഒരു സ്വകാര്യ വ്യക്തിക്കും അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറ്റം ഒരാൾ ചെയ്താൽ വാറണ്ട് പുറപ്പെടുവിക്കണം. വാറണ്ട് ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. വാറണ്ട് പുറപ്പെടുവിക്കുന്നതിന് ജഡ്ജിയോ മജിസ്ട്രേറ്റോ ആണ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വാറണ്ട് എടുക്കാൻ സമയമില്ലാത്ത അവസരങ്ങൾ ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ വ്യക്തി ഗുരുതരമായ എന്തെങ്കിലും ചെയ്തതായി സംശയമുണ്ടെങ്കിൽ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് അധികാരമുണ്ട്. ഇനി എന്താണ് ലീഗൽ എയ്ഡ്സ്? കോടതിയിലോ ഏതെങ്കിലും ജുഡീഷ്യൽ അതോറിറ്റിയിലോ ഏതെങ്കിലും ജുഡീഷ്യൽ ട്രൈബ്യൂണലിലോ ഒരു കേസോ അല്ലെങ്കിൽ നിയമ നടപടിയോ നടക്കുന്നതിന് അഭിഭാഷകൻ്റെ സേവനം സ്ഥിരീകരിക്കാൻ കഴിയാത്ത സമൂഹത്തിലെ ദരിദ്രരും ദുർബലരുമായ വിഭാഗത്തിന് സൗജന്യ നിയമസേവനം നൽകുന്നതാണ് ലീഗൽ എയ്ഡ്സ് അല്ലെങ്കിൽ നിയമസഹായം എന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39A നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ നിയമനിർമ്മാണത്തിലൂടെയോ
പദ്ധതികളിലൂടെയോ മറ്റെന്തെങ്കിലും വിധത്തിൽ സൗജന്യ നിയമസഹായം ഈ വ്യക്തികൾക്ക് നൽകണം. സാമ്പത്തികമോ മറ്റു വൈകല്യമോ കാരണം ഒരു പൗരനും നീതി ഉറപ്പാക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയില്ലെന്ന് ഉറപ്പാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അടിസ്ഥാനപരമായി ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നീതി സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലയിൽ സുരക്ഷിതമാക്കുക എന്നതാണ്. ഈ സേവനങ്ങൾ നിയന്ത്രിക്കുന്നത് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ്. അതായത് NALSA. ഇന്ത്യയിലെ ഏറ്റവും താഴത്തെ കോടതി മുതൽ സുപ്രീം കോടതി വരെ ആവശ്യമുള്ളവർക്ക് നിയമസഹായം ഇതിലൂടെ ലഭിക്കുന്നു. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി മറ്റ് നിയമസേവന സ്ഥാപനങ്ങൾക്കൊപ്പം ലോക് അദാലത്തുകൾ നടത്താറുണ്ട്. ബദൽ തർക്ക പരിഹാര സംവിധാനങ്ങളിലാണ് ലോക് അദാലത്ത്. കോടതിയിലെ വ്യവഹാരത്തിനു മുമ്പുള്ള ഘട്ടത്തിലോ നിലനിൽക്കുന്ന തർക്കങ്ങൾ, കേസുകൾ എന്നിവ രമ്യമായി പരിഹരിക്കുന്ന വേദി കൂടിയാണ് ഈ ലോക് അദാലത്ത് എന്നത്. ഇനി എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പഠിക്കുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചു. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിച്ചവരാണെന്നും അന്തസ്സിന് തുല്യമായ അവകാശമുണ്ടെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 തുല്യതയ്ക്കുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിങ്ങനെ വിവിധ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നുണ്ട്. സ്ത്രീക്കും പുരുഷനും ജീവിതത്തിൽ ഒരേ അവകാശങ്ങൾ നൽകുന്നുണ്ട്. തീരുമാനമെടുക്കുന്നതിനുള്ള സമത്വം, സാമ്പത്തികവും സാമൂഹികവുമായ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിന് തുല്യമായ പ്രവേശനം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം എന്നിവയെല്ലാം ഇതിൽ നൽകുന്നു. മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ആർട്ടിക്കിൾ 14 നിരോധിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമം തടയൽ ആർട്ടിക്കിൾ 15 നിരോധിച്ചിരിക്കുന്നു. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം ആർട്ടിക്കിൾ 21 നിരോധിച്ചിരിക്കുന്നു. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നിവയൊക്കെ ഇതിനകത്ത് ലഭിക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്ന കടമ എന്നിങ്ങനെയൊക്കെ മനുഷ്യ അവകാശമാണ്. 1950 ജനുവരി 26 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളുകളുമുള്ള ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. ജാതി, മതം, ഭാഷ, ലിംഗഭേദം, സംസ്കാരം എന്നിവയൊന്നും നോക്കാതെ എല്ലാവരും തുല്യരാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നീതി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, പദവി, അവസര സമത്വം, സാഹോദര്യം എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി കുട്ടികൾക്കായിട്ടുള്ള എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ടെന്ന് ആർട്ടിക്കിൾ 21 വ്യക്തമാക്കുന്നുണ്ട്. 14 വയസ്സ് വരെ അപകടകരമായ തൊഴിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്ന് ആർട്ടിക്കിൾ 24 വ്യക്തമാക്കുന്നു. സമത്വത്തിനുള്ള അവകാശം, വിവേചനത്തിനെതിരെയുള്ള അവകാശം, പോഷകാഹാരത്തിനും ജീവിത നിലവാരത്തിനും മെച്ചപ്പെട്ട പൊതുജനാരോഗ്യത്തിനുള്ള അവകാശമൊക്കെ കുട്ടികൾക്കുണ്ടെന്ന് ആർട്ടിക്കിൾ 47 വ്യക്തമാക്കുന്നുണ്ട്. ഇനി വികലാംഗർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത്? 1995 വികലാംഗ നിയമത്തിൽ സെക്ഷൻ 21 പ്രകാരം വൈകല്യം എന്നതിൽ അന്ധത, കാഴ്ചക്കുറവ്, കുഷ്ഠരോഗ്യം, ശ്രവണ വൈകല്യം, ചലന വൈകല്യം, ബുദ്ധിമാന്ദ്യം, മാനസികരോഗ്യം എന്നിവ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 25 വികലാംഗനായ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിലുള്ള അവകാശത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 27 അവർക്കുള്ള ജോലിക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ചില ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ ലഭിക്കാൻ 40% കൂടുതൽ വൈകല്യമുള്ള വ്യക്തികൾക്ക് വികലാംഗ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി പ്രകാരം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 84%-ലധികം വൈകല്യമുള്ളവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും വികലാംഗ പെൻഷനുള്ള അർഹതയുണ്ടെന്ന് പറയുന്നുണ്ട്. സർക്കാർ ജോലികളിൽ 3% സീറ്റുകൾ വികലാംഗർക്കുള്ള സംവരണം ചെയ്തിരിക്കുകയാണ്.
ഇവർക്ക് ചില ആദായ നികുതി ഇളവുകൾ ലഭിക്കുന്നുണ്ട്. 1996 ഫെബ്രുവരി 7 വികലാംഗ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. മെൻ്റലി മാനസിക രോഗികളുടെ അവകാശം എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഇവർക്കും അർഹമാണ്. ഭരണഘടന 21 മാനസിക രോഗികൾക്ക് തുല്യതയുള്ള മാനസിക രോഗ പരിരക്ഷയും മാനസിക ആശുപത്രികളിലെ മനുഷ്യത്വപരമായ ജീവിത സാഹചര്യവും ലഭിക്കാനുള്ള അവകാശവും ഇവർക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. മനുഷ്യ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, മലിനീകരണ രഹിത പരിസ്ഥിതിക്കുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, സാധാരണ കുടുംബജീവിതം നയിക്കാനുള്ള അവകാശം എന്നിവയൊക്കെ ഇവർക്കും ഉണ്ട്. ഇനി മനുഷ്യക്കടത്ത്. ആർട്ടിക്കിൾ 23 പ്രകാരം മനുഷ്യരെയോ വ്യക്തികളെയോ കടത്തുന്നതിന് നിരോധിച്ചിരിക്കുന്നു എന്നാണ് ആർട്ടിക്കിൾ 23 പറയുക. ഇമ്മോറൽ ട്രാഫിക് ആക്ട് 1956 വാണിജ്യപരമായ ലൈംഗിക ചൂഷണത്തിനായുള്ള കടത്ത് തടയുന്നതിനുള്ള പ്രധാന നിയമനിർമ്മാണമാണ് ഇത്. സ്ത്രീകളെയും കുട്ടികളെയും കടത്തുന്നതിനായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് തടയുന്നതിന് ആൻറ്റി ട്രാഫിക്കൽ സെൽ ATC രൂപീകരിച്ചു. മനുഷ്യക്കടത്ത് സംബന്ധിച്ച് വിവിധ ഓഫീസുമാരെ ബോധവൽക്കരണത്തിനായി ജുഡീഷ്യൽ കൊളോക്യം നടത്തിവരുന്നു. വേശ്യാവൃത്തിക്കായി സ്ത്രീകളെയും കുട്ടികളെയും കടത്തുന്നതിന് തടയുന്നതിനും ചെറുക്കുന്നതിനുമായി സാർക്ക് കൺവെൻഷൻ ഇന്ത്യ അംഗീകരിച്ചു. ഇതാണ് മനുഷ്യക്കടത്തിനെക്കുറിച്ച് പറയുവാനായിട്ട് ഉള്ളത്. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഈ ലീഗൽ ലിറ്ററസിയിൽ പറയാൻ പോകുന്ന കണ്ടൻറ്റുകൾ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ചും കൺസ്യൂമർ റൈറ്റ്സ്, കൂടാതെ സൈബർ ക്രൈം, ലേബർ ലോസ് ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്നിവയൊക്കെയാണ്. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്താണെന്ന് നോക്കാം. അതായത് SC/ST എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് സോഷ്യലി, ഇക്കണോമിക്കലി, പൊളിറ്റിക്കലി, എഡ്യൂക്കേഷണലി ഒരുപാട് വേക്ക്വേർഡ്നെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവരുടെ ഉന്നമനത്തിനായി ഒരുപാട് ആക്ട്സുകളും റൈറ്റ്സുകളും ഉണ്ടെങ്കിൽ പോലും എപ്പോഴും പല ആക്രമണത്തിനും ചൂഷണത്തിനും ഇരയായി കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്ന അവർക്കെതിരെയുള്ള ഒരു ആക്റ്റാണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. എത്ര പേർ ഈ ആക്ടിനെ കുറിച്ച് ബോധവാന്മാരാണെന്ന് അറിയില്ല, എങ്കിൽ പോലും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. സോ അട്രോസിറ്റീസ് കവേർഡ്, അതായത് ഇവർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമല്ലാത്ത ഒരാൾ, അതായത് സമൂഹത്തിലെ ഉയർന്ന ജാതിയിൽ പെടുന്നവരോ മറ്റു വിഭാഗക്കാരോ ആയവർ ഇവരെ ശാരീരികമായോ മാനസികമായോ, അതായത് ഉദാഹരണത്തിന് ജാതിപ്പേര് വിളിക്കുകയോ അവരുടെ ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൈക്കലാക്കുന്നതോ അവരെ കയ്യേറ്റം ചെയ്യുന്നതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു, അട്രോസിറ്റീസിൽ ഉൾപ്പെടുന്നു. ഇവർക്ക് SC/STക്കാർ നേരിടുന്ന അക്രമങ്ങളാണ് ഇവയൊക്കെ. ഇങ്ങനെ വരുമ്പോഴാണ് റോൾ ഓഫ് പബ്ലിക് സെർവൻസിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത്. അതായത് പബ്ലിക് സെർവൻസ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ദി ഗവൺമെൻറ് സച്ച് ആസ് ടീച്ചർ, ഡോക്ടർ, പോലീസ് എന്നിവ. അതായത് റോൾ ഓഫ് പബ്ലിക് സെർവൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രദേശത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ, അതായത് SC/STയിൽ ഉള്ളവർ അതിക്രമങ്ങൾക്ക് ഇരയായാൽ FIR രജിസ്റ്റർ ചെയ്യുകയോ പരാതിപ്പെടുകയോ ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ഒരു പൊതുപ്രവർത്തകൻ്റെ, അതായത് പബ്ലിക് സെർവൻറ്റിൻ്റെ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു പരാതിയിൽ അവർ, അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഒപ്പിടുന്നതിന് മുന്നേ അവർക്ക് പരാതി വായിച്ച് കേൾപ്പിക്കണമെന്ന് ഉള്ളതാണ്.
പിന്നെ ഏതെങ്കിലും കാരണവശാൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നത് നിരസിച്ചാൽ അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ ലഭിക്കുന്നതാണെന്നാണ് ഇതിൽ പറയുന്നത് ഈ ഒരു ആക്ട് പ്രകാരം. പിന്നെ ഈ ഒരു ആക്ട് പ്രകാരം വിക്ടിംസിനും വിറ്റ്നസസിനും പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ അതിക്രമങ്ങൾക്ക് ഇരയായ ഈ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവർക്ക് പ്രത്യേക നഷ്ടപരിഹാര സഹായങ്ങളൊക്കെ ലഭ്യമാണ്. 1 ലക്ഷം മുതൽ 8.25 ലക്ഷം വരെ നഷ്ടപരിഹാര തുക ലഭിക്കാവുന്നതാണ്. പിന്നെ കുറ്റകൃത്യം ചെയ്യുന്നവർക്കുള്ള പണിഷ്മെൻറ്റ് എന്തെന്ന് വെച്ചാൽ 6 മാസം മുതൽ ജീവപര്യന്തം വരെ കിട്ടാവുന്നതാണ് ഇതിൻ്റെ ഒരു പണിഷ്മെൻറ്റ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് നീതി ലഭിക്കാനായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് SC/ST ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിനായിട്ട് നമുക്ക് സബ് ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയോ ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്. അടുത്തതാണ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് എയ്ഡ്സ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൂ ഈസ് കൺസ്യൂമർ, അതായത് പൂർണ്ണമായോ അല്ലാതെയോ പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന് ഉറപ്പിന്മേലെ നമ്മളൊരു സാധനമോ സേവനമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു കൺസ്യൂമർ ആണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു കൺസ്യൂമറിൻ്റെ റൈറ്റ്സ് എന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ റൈറ്റ്സ് ടു സേഫ്റ്റി, അതായത് സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുമ്പോൾ അവ നമ്മുടെ ജീവനോ സ്വത്തിനോ അപകടമാകാതിരിക്കാനുള്ള റൈറ്റ്സ് ആണിത്. ഇത്തരം സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിൽ ISI മാർക്ക്, BSI മാർക്ക് ഇതൊക്കെ ഓരോ പ്രൊഡക്റ്റിലും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും മറ്റും പ്രൊഡക്ട്സുകളിലും നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. പിന്നെ അടുത്ത റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബി ഇൻഫോംഡ്, അതായത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാനുള്ള റൈറ്റ്സ് ഒരു കൺസ്യൂമർ എന്ന നിലയിൽ ഉണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കണ്ടൻറ്റ് എന്താണ്, ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, പ്യൂരിറ്റി, എക്സ്പയറി ഡേറ്റ്, പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്നിവയൊക്കെ അറിയാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ റൈറ്റ്സ് ടു ചൂസ്, അതായത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആണിത്. നമുക്കറിയാം മാർക്കറ്റിൽ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആണ് റൈറ്റ്സ് ടു ചൂസ്, അതായത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. കൂടാതെ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചും പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് ആണിത്. പിന്നെ റൈറ്റ് ടു ബി ഹിയർഡ്, അതായത് കേൾക്കപ്പെടാനുള്ള അവകാശം. ഇതിൽ പറയുന്നത് നമ്മൾ പല പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിന്മേൽ ഒരുപാട് പരാതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരാതികൾ പറയാനായിട്ടും കേൾക്കാനായിട്ടും നമുക്ക് എന്ത് വേണം, ഒരു സംവിധാനം വേണം എന്നതാണ് ഈ അവകാശത്തിൽ പറയുന്നത്. ഉദാഹരണം കസ്റ്റമർ കെയർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഉണരൂ ഉപഭോക്താവെ ഉണരൂ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. അത് റൈറ്റ് ടു ബി ഹിയർഡിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, അതായത് പ്രശ്നം പരിഹരിച്ചു കിട്ടാനുള്ള അവകാശം. നമ്മുടെ പരാതികൾ കേട്ടാൽ മാത്രം പോരാ, അത് എന്ത് വേണം, അത് പരിഹരിച്ചു കിട്ടുക കൂടെ വേണം എന്നുള്ള ഒരു റൈറ്റ്സ് ആണ് റൈറ്റ് ടു സീക്ക് റീഡ്രസൽ. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് ഇനി വരുന്ന പേജിൽ പറയുന്നുണ്ട്. സോ ഇനി അടുത്തുള്ള അവകാശം
ലാസ്റ്റ് ആയിട്ടുള്ള അവകാശം എന്തെന്ന് വെച്ചാൽ റൈറ്റ്സ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഓർ അവയർനെസ്. അതായത് കൺസ്യൂമർ എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങൾ അറിയാനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിയമങ്ങളെ മനസ്സിലാക്കാനും കൂടാതെ അതിൻ്റെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കാനുമുള്ള റൈറ്റ്സ് ആണ് റൈറ്റ്സ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഓർ അവയർനെസ്. പിന്നെ ഇനി എന്തെല്ലാം കാര്യത്തിനാണ് നമുക്ക് ഒരു കൺസ്യൂമർ എന്ന നിലയിൽ പരാതി നൽകാൻ കഴിയാമെന്ന് നോക്കുക. അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു മാനുഫാക്ചറുടെയോ അല്ലെങ്കിൽ ഒരു സെല്ലറിൻ്റെയോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ അവരുടെ പേരിലോ നമുക്ക് പരാതി നൽകാം. പിന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, വാറൻറ്റി ഒരു ഗ്യാരണ്ടി ഇഷ്യൂസ്, അതായത് തെറ്റായ പരസ്യങ്ങൾ, തെറ്റായ തൂക്കം, തെറ്റായ വിലപേശൽ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അൺഫെയറിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം നമുക്ക് അതിലുണ്ടാവുന്ന തെറ്റായ കാര്യങ്ങൾ. പിന്നെ ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്, അതായത് ആർക്കൊക്കെ പരാതി നൽകാം. അതായത് ഒരു കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഒരു നിയമത്തിനു കീഴിലുള്ള കൺസ്യൂമർ അസോസിയേഷനോ പരാതി കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ദ സെൻട്രൽ അതോറിറ്റിക്ക് നൽകാമെന്നാണ്, പരാതി കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് കൺസ്യൂമർ, ഇങ്ങനെ വരുമ്പോൾ ആ ഒരു കൺസ്യൂമറിൻ്റെ ലീഗൽ ഹെയറിനോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോ പരാതി കൊടുക്കാൻ പറ്റുമെന്നാണ് കൺസ്യൂമർ ആക്റ്റിൽ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൺസ്യൂമർ പരാതിയുള്ള കൺസ്യൂമർ ഒരു പ്രായപൂർത്തിയാവാത്ത, അതായത് 18 വയസ്സ് തികയാത്ത ഒരു ആളാണെങ്കിൽ അവൻ്റെ പാരൻസിനോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ പരാതി നൽകാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ആൻഡ് റീഡ്രസൽ ഏജൻസീസ്, അതായത് കൺസ്യൂമറിൻ്റെ പരാതി പരിഹാര സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ, ഡിസ്ട്രിക്റ്റ് ഫോറം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ ഒരു കമ്മീഷൻ ഉണ്ടാകും. നമ്മുടെ കൺസ്യൂമർ എന്ന നിലയിലുള്ള നമ്മളുടെ പരാതിയെ സംബന്ധിച്ചിട്ടുള്ള നഷ്ടപരിഹാരം ഒരു കോടതിയിൽ അടങ്ങുന്നതാണെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം? ഡിസ്ട്രിക്റ്റ് ഫോറത്തിനെ സമീപിക്കാവുന്നതാണ്. ഇവിടെ പ്രശ്നപരിഹാരം കിട്ടുന്നതാണ്. രണ്ടാമത്തത് സ്റ്റേറ്റ് കമ്മീഷനാണ്. ഇത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഇതൊരു സ്റ്റേറ്റിൻ്റെ തലസ്ഥാനത്താണ് ഉണ്ടാവുക. അതായത് നമ്മുടേത് ഇപ്പോൾ ഉണ്ടാവുക തിരുവനന്തപുരത്തായിരിക്കും. കൂടാതെ 1 കോടി മുതൽ 10 കോടിക്ക് താഴെയുള്ള പരാതി ആണെങ്കിൽ നമുക്ക് ഇതിനെ സമീപിക്കാവുന്നതാണ്. അതായത് സ്റ്റേറ്റ് കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് മൂന്നാമത്തേതായിട്ട് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ ഫോറം. അതായത് ഇത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. 10 കോടിക്ക് മുതലുള്ള പരാതി പരിഹാരം ഇതിൻ്റെ കീഴിൽ നടക്കുന്നു. പിന്നെ സൈബർ ക്രൈം ആൻഡ് എയ്ഡ്സ്. കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഒക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കുറ്റകൃത്യങ്ങളാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്കും കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയാസും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സെക്ഷൻ 66A എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ
ഇൻ്റർനെറ്റ് വഴി തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാൻ. അതായത് ഒരാളെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്താൽ 3 വർഷം തടവും കൂടാതെ പിഴയും ഉണ്ടാവും. പിന്നെ സെക്ഷൻ 66B പറയുന്നത്, ഈ ഒരു സെക്ഷനിൽ പറയുന്നത്, അതായത് ഒരാളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഉദാഹരണം മൊബൈൽ ഫോൺ ആയിരിക്കാം, സ്മാർട്ട് വാച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിവ മോഷ്ടിച്ചാൽ 3 വർഷം തടവ് 2 ലക്ഷം പിഴയും ലഭിക്കാവുന്നതാണ്. പിന്നെ സെക്ഷൻ 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരാളുടെ സോഷ്യൽ മീഡിയ, ബാങ്ക് അക്കൗണ്ട് എന്നിവ ഹാക്ക് ചെയ്യുന്നത്, അവരുടെ പേരിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ. കൂടാതെ തന്നെ മറ്റൊരാളുടെ പേരിൽ അവരറിയാതെ സിം കാർഡ് എടുക്കുക, വ്യക്തിപരമായിട്ടുള്ള രേഖകൾ ചോർത്തുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഒരു കുറ്റം ചെയ്താൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്നതാണ്. പിന്നെ സെക്ഷൻ 66D പറയുന്നത്, അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതായത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കുന്ന ഒരു കുറ്റകൃത്യമാണിത്. സെക്ഷൻ 66E പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം, ഫോട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അവരുടെ അറിവോട് കൂടാതെ ഇൻ്റർനെറ്റ് വഴി പ്രചരിക്കുന്നതിനെതിരെ ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഇതിന് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ഈടാകാവുന്നതാണ്. പിന്നെ സെക്ഷൻ 66F സൈബർ ടെററിസം. ഇൻ്റർനെറ്റ് വഴിയോ കമ്പ്യൂട്ടർ വഴിയോ തീവ്രവാദ പ്രവർത്തനം ചെയ്താൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. ഇത് രാജ്യദ്രോഹമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ സെക്ഷൻ 67 പറയുന്ന ഇൻ്റർനെറ്റ് വഴി അശ്ലീലത പ്രചരിപ്പിച്ചാൽ 2-3 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും വരാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും വരെ ഉണ്ടാകാം. പിന്നെ സെക്ഷൻ 67A ലൈംഗിക അതിക്രമണം പ്രചരിപ്പിച്ചാൽ ഏത് വഴി? ഇലക്ട്രോണിക് ഫോമിൽ. അപ്പം 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും വരെ ഈടാക്കാവുന്ന കുറ്റകൃത്യം. സെക്ഷൻ 67B കുട്ടികൾക്കെതിരെയുള്ള സൈബർ അറ്റാക്സ്. കൂടാതെ ഇവർക്കെതിരെ ഇൻ്റർനെറ്റ് വഴി ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായാൽ 3 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ചുമത്താവുന്നതാണ് കുറ്റവാളിയിൽ നിന്ന്. പിന്നെ സെക്ഷൻ 74 പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് ഫ്രോഡുലന്റ് പർപ്പസ്. മറ്റാരെങ്കിലും പറ്റിക്കാനോ അല്ലെങ്കിൽ വഞ്ചിക്കാനോ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് തയ്യാറാക്കുന്നതിനെതിരെയായിട്ടുള്ള ഒരു ആക്റ്റാണിത്. ഇങ്ങനെ ചെയ്താൽ 2 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്നതാണ്. പിന്നെ നമുക്കെതിരെ എന്തെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യാം? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പോയി പരാതി നൽകാം. അല്ലെങ്കിൽ സൈബർ ക്രൈം സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, ഇവിടെ പോയി പരാതിപ്പെടാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് പരാതി രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. അതായത് നാഷണൽ സൈബർ ക്രൈം സെൽ എന്ന പോർട്ടൽ എന്ന വെബ് പേജ് സന്ദർശിച്ചാൽ നമുക്കവിടെ ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം? പരാതി രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് ലേബേഴ്സ്. അതായത് തൊഴിലാളികൾക്കുള്ള അവകാശം. അതായത് തൊഴിലാളികൾ അറിഞ്ഞിരിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതായത് ഫസ്റ്റ് വൺ, കോമ്പൻസേഷൻ ഓഫ് ഇക്വാളിറ്റി. അതായത് നഷ്ടപരിഹാരത്തിനുള്ള അവകാശമുണ്ട്, അതായത് ഫ്രീഡം. പിന്നെ സെക്കൻഡ് വൺ, ഫ്രീഡം ടു ജോയിൻ എ യൂണിയൻ. അതായത് തൊഴിലാളികൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അല്ലെങ്കിൽ പ്രതിനിധീകരിക്കാനും ഒരു യൂണിയന് അത്യാവശ്യമാണ്. അപ്പം അതായത് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ നേടാനും
നേടാനും കഴിയുന്ന ഒരു അസോസിയേഷൻ ചേരാനുള്ള സ്വാതന്ത്ര്യത്തെ ഇത് സംരക്ഷിക്കുന്നു. അതായത് ഫ്രീഡം ടു ജോയിൻ എ യൂണിയൻ. പിന്നെ സേഫ് വർക്ക് പ്ലേസ്, അതായത് ഇതിൽ പറയുന്നത് എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ ഒരു തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ള ഒരവകാശമാണിത്. പിന്നെ ഹറാസ്മെൻറ്റ് ഫ്രീ വർക്ക് പ്ലേസ്, ഇതിൽ പറയുന്നത് പീഡനരഹിതമായ ജോലിസ്ഥലം, അതായത് ജാതിയുടെ പേരിൽ, സ്ഥലത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ ഉണ്ടാകുന്നതിനെതിരെയായിട്ടുള്ള ഒരു റൈറ്റ്സാണിത്. പിന്നെ നോ ഡിസ്ക്രിമിനേഷൻ, അതായത് വംശം, മതം, ലിംഗം, രാഷ്ട്രീയ അഭിപ്രായം തുടങ്ങിയ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോലിസ്ഥലത്ത് എന്തുണ്ടാകാൻ പാടില്ല, വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫാമിലി ആൻഡ് മെഡിക്കൽ ലീവ്, 6th one, അതായത് കുടുംബവും മെഡിക്കൽ അവധിയും. ഇതിൽ പറയുന്നത് ഒരു തൊഴിലാളിക്കോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരെ പരിചരിക്കാനായിട്ട് അല്ലെങ്കിൽ പരിചരണത്തിന് വേണ്ടി അവധി എടുക്കാവുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ 7th one ആയിട്ട് പറയുന്നത് മിനിമം വേജ്, അതായത് തൊഴിലാളികൾക്ക് എന്ത് ഉറപ്പുവരുത്തണം, ഒരു മിനിമം വേജ് ഉറപ്പുവരുത്തണം. പിന്നെ റൈറ്റ്സ് വയലേഷൻസ് അസസ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, ഇതിൽ പറയുന്നത് നിങ്ങളുടെ തൊഴിലിനെ കുറിച്ച് ഒരു പരാതി ഫയൽ ചെയ്താൽ ആ അവകാശം ലംഘിക്കുന്ന രീതിയിൽ തൊഴിലുടമയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് നീതിപാലകരെ സമീപിക്കാവുന്നതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അക്കോമഡേഷൻ ഫോർ എംപ്ലോയീസ് വിത്ത് ഡിസേബിലിറ്റീസ്, അതാണ് 9th റൈറ്റ്സ്. അതായത് ഇതിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഡിസേബിലിറ്റീസ് ഉള്ള അതായത് ലേബേഴ്സിന് അവരുടെ ജോലി സുഖകരമായി നിർവഹിക്കുന്നതിന് ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു അവകാശമാണിത്. പിന്നെ റൈറ്റ്സ് ടു സ്ട്രൈക്ക്, അതായത് സമരം ചെയ്യാനുള്ള അവകാശം. തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന തൊഴിലുടമയുടെ തീരുമാനങ്ങൾക്കെതിരെയുള്ള തൊഴിലുടമയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമാണിത്. അതായത് സമരം ചെയ്യാനുള്ള അവകാശത്തിൽ പറയുന്നത് തൊഴിലാളികളുടെ പ്രതികൂലമായി ബാധിക്കുന്ന തൊഴിലുടമയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം എന്നാണ്. ഏതെങ്കിലും തരത്തിൽ ഈ അവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ഒരു തൊഴിലാളിക്ക് ആരെ ബന്ധപ്പെടാം? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതായത് MOLE സമീപിക്കാവുന്നതാണ്. ഈ ഒരു സംഘടന എന്താണ്? തൊഴിലാളികളുടെ നിയമങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്ന ഒരു സമിതിയാണ്. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പരാതി നൽകാം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് പരാതി നൽകാം. അതും കൂടാതെ എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് നമുക്ക് പരാതി നൽകാവുന്നതാണ്. അതായത് CP ഗ്രാംസ് പോർട്ടൽ എന്നൊരു വെബ് പേജിൽ നമുക്ക് ഓൺലൈനായിട്ട് പരാതി ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. അതായത് വനങ്ങളും അതായത് ഫോറസ്റ്റ്, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ ഉൾപ്പെടെയുള്ള ഒരു പ്രകൃതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണെന്നാണ് ഇതിൽ പറഞ്ഞത്. കൂടാതെ ഏതൊരു പൊല്യൂഷനിൽ നിന്നും എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, അത് മാലിന്യമായിട്ടുണ്ടെങ്കിൽ ഇതിനെ മെച്ചപ്പെടുത്താനും ഓരോ പൗരന് അവകാശമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ കുറച്ച് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്തെല്ലാം നോക്കാം. അതായത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്, ആർട്ടിക്കിൾ 48 ക്ലോസ് A പ്രൊട്ടക്ഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സേഫ് ഗാർഡനിങ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. കൂടാതെ ആർട്ടിക്കിൾ 51
ക്ലോസ് എയിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇമ്പോസസ് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓൺ എവരി സിറ്റിസൺ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആക്റ്റുകൾ ഉണ്ടെങ്കിൽ എന്തുണ്ടാവാം, എൻവയോൺമെൻറ്റ് ക്രൈംസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് തണ്ണീർത്തട നികത്തൽ, തെറ്റായ മാലിന്യ നിർമ്മാർജ്ജനങ്ങൾ ഉണ്ടായിരിക്കാം, പിന്നെ മാലിന്യം തള്ളുക പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഏരിയസിലൊക്കെ, പിന്നെ ഓയിൽ സ്പിൽസ്, കമ്മിറ്റിംഗ് ഫ്രോഡ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ ക്രൈംസ് തുടങ്ങിയവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന എൻവയോൺമെൻറ്റൽ ക്രൈംസ് ആണ്. പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ് ഏതൊരു പൗരനും ആരാണോ പരിസ്ഥിതി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവർക്കെതിരെ പരാതിപ്പെടാനുള്ള ഒരു അവകാശമുണ്ട്. അതൊരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനോ ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അവർക്കെതിരെ പരാതി നൽകാവുന്നതാണ്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസിയെയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയോ പരാതി രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെബിനാർ സെക്ഷൻ അവസാനിപ്പിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വെബിനാർ സെക്ഷൻ. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്ന സെൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ രാജി മിസ്, പിന്നെ മറ്റു ടീച്ചേഴ്സിനും, പിന്നെ ഈ വെബിനാർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.